ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇതിൻ്റെ തന്നെ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയുള്ളത് റീ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. ഇതാണ് റീ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, ഈ നമ്മുടെ പോളിസി ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ഗോർവാല കമ്മിറ്റി കൊണ്ടുവന്ന പോളിസി ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് സാധ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റി നമുക്ക് നമ്മുടെ പുതിയ റൂറൽ ലെൻഡിങ്ങിൻ്റെ പുതിയ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഒന്നും തന്നെ കൈപ്പബിൾ ആയിരുന്നില്ല ഇത്തരത്തിലൊരു പുതിയ അപ്രോച്ച് ആക്സെപ്റ്റ് ചെയ്യാനായി. അപ്പോൾ അതിനു വേണ്ടി ആ കേപ്പബിൾ ആകുന്ന രീതിയിൽ ഒരു റീ ഓർഗനൈസേഷൻ നടത്തണമെന്നാണ് ഈ ഗോർവാല കമ്മിറ്റി എന്ത് ചെയ്ത് ശുപാർശ ചെയ്തത്. Existing marketing and processing society could not undertake the new policy of linking of credit with marketing successfully. The next, formation of State Bank of India. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ എന്തിന് കാരണമായിട്ടുണ്ട്? നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടർ വലിയൊരു മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. അത്തരത്തിലൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർമേഷൻ നടത്തേണ്ടതുണ്ട് എന്നതും ഗോർവാല കമ്മിറ്റിയുടെ കണ്ടെത്തലാണ്, അവരുടെ സർവേയുടെ റിസൾട്ടായിരുന്നു. ഗോർവാല കമ്മിറ്റി അവരുടെ സർവേ ഫണ്ട് ചെയ്ത കാര്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഒക്കെ വരവോടുകൂടി കോപ്പറേറ്റീവ്സ് എന്നുള്ളത് അവർക്ക് അഡിക്കേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവരുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിന് ലഭിക്കാനുള്ള ഒരു വകുപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് സെക്ടേഴ്സ് എന്ത് ചെയ്തിരുന്നു, അവ നെഗ്ലക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സെക്ടറിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു എസ്റ്റാബ്ലിഷിംഗ് ദി ബാങ്ക് അറ്റ് നാഷണൽ ലെവൽ വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റ് ആസ് ടു പ്രൊവൈഡ് ഫിനാൻസ് ഫോർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ് ഇൻ കോപ്പറേറ്റീവ് സെക്ടറിലെ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി ഒരു നാഷണൽ ലെവൽ ബാങ്ക് ഫിനാൻസ് ചെയ്യുക. അങ്ങനെ അതിനു വേണ്ടിയുള്ളൊരു ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ഒരു ബാങ്ക് നാഷണൽ ലെവലിൽ വേണം എന്നുള്ള ആ ബാങ്ക് ഷുഡ് ഓൾസോ ഓപ്പറേറ്റ് ബ്രാഞ്ചസ് ഇൻ റൂറൽ ഏരിയാസ്. അതിൻ്റെ ബ്രാഞ്ചസ് റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റൂറൽ ക്രെഡിറ്റ് സെക്ടറിൽ ഉണ്ടാകുന്ന മാറ്റവും അതുപോലെ ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്നുള്ള ഇതിനൊക്കെ സാധ്യതമാകുകയുള്ളൂ എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ള. അങ്ങനെ ഈ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുകയുണ്ടായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാഷണൽ ലെവലിലൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കർഷകർക്ക് കിട്ടാവുന്ന ലോണിൻ്റെ പരമാവധി ലോൺ ലഭിച്ചുകൊണ്ടിരുന്നത് ആരിൽ നിന്നായിരുന്നു? മണി ലെൻഡേഴ്സിൽ നിന്നായിരുന്നു ലോൺ വാങ്ങിയിരുന്നത്. ആ ലോണ് വാങ്ങുന്നൊരവസ്ഥ മാറി ആളുകൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് ബാങ്കുകളെ ആശ്രയിക്കുന്നതിലേക്ക് മാറി വരും എന്നുകൂടി ഗോർവാല കമ്മിറ്റിക്ക് കണ്ടെത്തലിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള റിസൾട്ട് അതിൻ്റെ ബെനിഫിറ്റ് ആണെന്ന് പറയാം. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നതും അതിലേക്ക് ആളുകൾ മാറുകയും ചെയ്യുക എന്നുള്ളത്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഴുവനും ആശ്രയിച്ചിരുന്നത് മണി ലെൻഡേഴ്സിനെയായിരുന്നു. ആ മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കുന്നതിൽ നിന്ന് മാറ്റം ഉണ്ടായി കോപ്പറേറ്റീവ്സിനെയും അതുപോലെ സ്റ്റേറ്റ് ബാങ്കിനെയും ഒക്കെ ആശ്രയിക്കുന്നതിലേക്ക് എന്ത് ചെയ്യുക, മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കുന്നതിന് പകരം സ്റ്റേറ്റ് ബാങ്കിനെയും അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും ആശ്രയിക്കുന്നതിലേക്ക് ആളുകൾ മാറി വരണം, മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന കാര്യം. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലവിൽ വരികയുണ്ടായി. ഗോർവാല കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരികയുണ്ടായി.
പ്രത്യേകിച്ച് ഉള്ള ലക്ഷ്യം ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നുള്ളത് സാധ്യമാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ പുറമെ അത് പ്രൊഡ്യൂസേഴ്സിനും മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്കും പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കൊക്കെയും എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് വരവോടുകൂടി വലിയൊരു മാറ്റം കോപ്പറേറ്റീവ് രംഗത്തും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതിൻ്റെ ഇടനിലക്കാരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ. അങ്ങനെ ഒരു ഇടനിലക്കാരായി വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആ രണ്ട് കൂട്ടരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ രണ്ട് കൂട്ടരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നത് മണി ലെൻഡേഴ്സ് എന്നുള്ളതിൽ വരുന്നതോടുകൂടി ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. അത് തുച്ഛമായ വിലക്ക് സാധനങ്ങൾ വിറ്റഴിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി അവർക്ക് പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെയും വായ്പ ലഭ്യമാകുന്നതോടുകൂടി അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യം ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. റോൾ ടു ബി പ്ലേഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോള്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പ്രോഗ്രസ്സിന്, ഈ ഫ്യൂച്ചർ പ്രോഗ്രസ് ഓഫ് ദി മൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരു റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. implementing ഈ റെക്കമെൻഡേഷൻസ് ഓൾസോ ഏജൻസീസ് ആൻഡ് അതോറിറ്റീസ് ടു ഇംപ്ലിമെന്റ് ദോസ് റെക്കമെൻഡേഷൻ. ഇതൊക്കെ നമ്മൾ നടപ്പിലാക്കുന്ന ഏതൊരു കാര്യത്തിന്റെയും ഏജൻസികൾ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെയാണ്. അവരാണ് മെയിൻ ഏജൻസികൾ ഈ നമ്മൾ പറയുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, on the part of റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, the committee recommended that as first stage Reserve Bank of India should create 2 fund by name. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2 ഫണ്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? 2 തരം ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിലൊന്ന് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഷോർട്ട് ടേം ഓപ്പറേഷൻ ഫണ്ടും മറ്റൊന്ന് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടും. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഷോർട്ട് ടേം ഓപ്പറേഷൻ ഫണ്ടും നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടും. This fund is to be utilized for converting short-term loans into medium-term loans. ഷോർട്ട് ടേം അഗ്രികൾച്ചർ ഓപ്പറേഷൻ ഫണ്ട്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഷോർട്ട് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള ലോൺസിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? മീഡിയം ടേം ലോൺസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. കൺവേർട്ടിങ് ഷോർട്ട് ടേം ലോൺസ് ഇൻ ടു മീഡിയം ടേം ലോൺസ് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. ഏതെങ്കിലും പ്രത്യേക സർക്കംസ്റ്റാൻസസ്, ചിലപ്പോൾ എന്ത് ചെയ്യാം, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവാം, അറ്റാക്ക് ഓഫ് വൈൽഡ് അനിമൽസ് ഉണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും എനിമി ആക്ഷൻ, ഏതെങ്കിലും അറ്റാക്കോ നാച്ചുറൽ കലാമിറ്റിയോ ഇതിനാൽ കൃഷിക്ക് എന്ത് ചെയ്യാം, നഷ്ടം വരുന്ന ഘട്ടത്തിൽ ഒക്കെ എന്ത് ചെയ്യാം, ഷോർട്ട് ടേം ലോൺസ് മീഡിയം ടേം ലോൺസ് ആക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഫണ്ടാണ് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഷോർട്ട് ടേം ഫണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റൊന്ന് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടാണ്. ദിസ് ഫണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഗിവിംഗ് ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ടേക്കിംഗ് ഷെയർസ് ഇൻ കോപ്പറേറ്റീവ്സ് ആസ് പാർട്ട് ഓഫ് സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ. സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷന്റെ ഭാഗമായിട്ട് ഷെയർസ് ടേക്കൺ ചെയ്യാൻ വേണ്ടി. ഷെയർസ് ആരെടുക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എടുക്കും. ആ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ, ഷെയർ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഷെയർ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന അതിനാവശ്യമായിട്ടുള്ള ഫണ്ടാണ് എന്ത്? നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. It also utilized for purchasing debentures floated by state agriculture and rural development bank. State agriculture and rural development banks ഫ്ലോട്ട് ചെയ്യുന്ന ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനും എന്ത് ചെയ്യാറുണ്ട്? ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാനും ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്.
ഗോർവാല കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത മറ്റൊന്നാണ് ഫോർമേഷൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു വെയർഹൗസിംഗ് ഏജൻസിയും അതിന്റെ സംവിധാനങ്ങളും വേണം എന്നുള്ളത് നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒന്നാണ്. ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള ഒരു വെയർഹൗസിംഗ് ബോർഡ്. അത് അത്തരത്തിലൊന്ന് യാഥാർത്ഥ്യമായാൽ കോപ്പറേറ്റീവ് സെക്ടറിന് ശക്തമായ ഒരു സപ്പോർട്ട് അത് നൽകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം. ഗോർവാല കമ്മിറ്റി അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന് ടാഞ്ചിബിൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അതോടൊപ്പം തന്നെ ഒരു ഏജൻസി ഉണ്ടാവുക, വെയർഹൗസിംഗിന് വേണ്ടി, സ്റ്റോറേജിന് വേണ്ടി ഒരു ഏജൻസി കൂടി ഉണ്ടാവുക എന്നുള്ളത് കോപ്പറേറ്റീവ് സ്ട്രക്ചറിന് അത്തരത്തിലൊരു ഏജൻസി ഉണ്ടായിരുന്നില്ല. അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരു ഏജൻസി ഉണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു ഏജൻസിയുടെ ആവശ്യകത കണ്ടറിഞ്ഞാണ് ഈ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റിന്റെ ഭാഗമായി അതിൻ്റെ ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ത് ചെയ്യാം, ഫ്രൂട്ട്ഫുള്ളി അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിന്റെ 3 P's ആൻഡ് 1 മാർക്കറ്റിംഗ്, 3 P's ആൻഡ് 1 M എന്നുള്ള ആ ഒരു പ്രൊഡക്ഷൻ, പ്രൊക്യൂർമെന്റ്, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് അത് കൃത്യമായി നടക്കുകയുള്ളൂ. ആ ആവശ്യത്തിന് പൂർണ്ണമായ തോതിൽ എന്ത് ചെയ്യാൻ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചുകൊണ്ട് ഒരു ബോർഡ് നാഷണൽ ലെവലിൽ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ഫിനാൻഷ്യൽ, ടെക്നിക്കൽ ഗൈഡൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ഓഫ് ദി മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ്സ്. ഇത് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട്, ടെക്നിക്കൽ ഗൈഡൻസിന് വേണ്ടി, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ഫോർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ്. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ്സിന് വേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടൊക്കെ നൽകുന്ന ഒരു ഏജൻസിയായി വർക്ക് ചെയ്യുക, ഒരു ബോർഡ്. ദിസ് ബോർഡ് ഷുഡ് ഓൾസോ അണ്ടർടേക്ക് construction of godowns and warehouses for procurement and proper upkeep of agriculture producers. Agriculture producers കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറേജ്, വെയർഹൗസ് എന്ത് ചെയ്യും, ഗോഡൌൺ എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും. ഗോഡൌൺസ്, വെയർഹൗസസ് എന്ത് ചെയ്യും, ഇത് കൺസ്ട്രക്ട് ചെയ്യും. ഇത്രയാണ് നാഷണൽ വെയർഹൗസിംഗ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡിന്റെ ചുമതല. ദെൻ സെവൻത്ത് പോയിന്റ് നോക്കാം. ഫോർമേഷൻ ഓഫ് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട്. അത് ഗോർവാല കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫണ്ട് അണ്ടർ ദി നെയിം ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു ഫണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി, ഫോർമേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു. പർപ്പസ് എന്താണ് ഈ ഫണ്ടിന്റെ? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. എത്തരത്തിലുള്ള കോപ്പറേറ്റീവ്സ്? സസ്റ്റെയിൻ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് റൈറ്റിംഗ് ഓഫ് അൺറിയലൈസബിൾ അസെറ്റ്സ്. അൺറിയലൈസബിൾ അസറ്റുകൾ റൈറ്റിംഗ് ഓഫ് ചെയ്യുമ്പോഴുള്ള ലോസിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റിംഗ് ഓഫ് അൺറിയലൈസബിൾ അസറ്റ് എന്തായിരിക്കും, അലോ ചെയ്തിരിക്കണം എന്നുണ്ട് ജനറൽ ബോഡി. അതുപോലെ അപ്രൂവ്ഡ് ബൈ രജിസ്ട്രാർ അണ്ടർ ദി കൺവിൻസിംഗ് ആൻഡ് കമ്പലിംഗ് സർക്കംസ്റ്റാൻസസ്. അത്തരത്തിൽ നിർബന്ധിതാവസ്ഥയിൽ രജിസ്ട്രാർ അപ്രൂവലോടുകൂടി, ജനറൽ ബോഡിയുടെ അനുമതിയോടുകൂടി അൺറിയലൈസ്ഡ് അസറ്റുകൾ റൈറ്റിംഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന്, ഈ ഫണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുക എന്തിനു വേണ്ടിയാ? മാറ്റർ ഓഫ് ഗ്യാരണ്ടി ദി കോപ്പറേറ്റീവ്സ് വിച്ച് ഫ്ലോട്ട് ഡിബഞ്ചേഴ്സ് ആസ് എ പാർട്ട് ഓഫ് മൊബിലൈസേഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യപ്പെടാം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ദി മാറ്റർ ഓഫ് ഗ്യാരണ്ടി ദി കോപ്പറേറ്റീവ്സ്.
കോപ്പറേറ്റീവ്സിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് ഫോർമേഷൻ റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രോപ്പ് ലോൺ സിസ്റ്റം. അത് നമ്മൾ പറഞ്ഞു, കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിള കൊയ്തെടുക്കുന്ന സമയം വരെയൊന്നും കാത്തു നിൽക്കാനുള്ള, അല്ലെങ്കിൽ ആ വിള കൊയ്യാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊയ്യുന്നതിന് മുമ്പ് ഉള്ള ആ വിള അങ്ങനെ തന്നെ വിൽക്കാനുള്ള ഒരു സാഹചര്യം കർഷകർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കൃഷിന്റെ അതിന് ഫലം വിളവെടുപ്പിന് മുമ്പ് തന്നെ വേണ്ടിവരുന്ന ചെലവുകൾക്കൊന്നും തന്നെ കർഷകർക്ക് എന്ത് ചെയ്യാൻ, എല്ലാം കർഷകർക്ക് എന്ത് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, അതുവരെ കാത്തു നിൽക്കാൻ സമയം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഭൂരഹിതരായ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമി പോലുള്ള സെക്യൂരിറ്റി വെച്ചുകൊണ്ട് ലോൺ എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗൊറാല കമ്മിറ്റി എന്ത് ചെയ്തു, റിയലൈസ് ചെയ്ത് മനസ്സിലാക്കി, കോപ്പറേറ്റീവ് വിച്ച് എസ്റ്റാബ്ലിഷ് ഫോർ ഹെൽപ്പിംഗ് ദി പുവർ പീപ്പിൾ were not dared to provide any credit facilities to landless members. ലാൻഡ്ലെസ് ആയിട്ടുള്ള മെമ്പേഴ്സിന് വേണ്ടിയുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആരംഭിക്കാൻ വേണ്ടി ഒരു ക്രോപ്പ് ലോൺ സിസ്റ്റം ആരംഭിച്ചു. അതായത് ക്രോപ്പ് ലോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ലാൻഡ് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് എന്ത് ചെയ്യുക, ലാൻഡ് സെക്യൂരിറ്റി ആയിക്കൊണ്ട് എന്ത് ചെയ്യപ്പെടാം, കോപ്പറേറ്റീവ്സ് ലോൺ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ലാൻഡ് കൊടുക്കാനില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ എന്താണ്, അവർക്കും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളൊരു എന്നൊരു പോളിസിയാണ് ഈ ഒരു ക്രോപ്പ് ലോൺ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മിറ്റി അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് ഇല്ലാത്ത മാസിന് എന്ത് ചെയ്യുക, ക്രോപ്പ് ഓൺ ലാൻഡ് ഷുഡ് ബി ആക്സെപ്റ്റഡ് എസ് സെക്യൂരിറ്റി. ക്രോപ്പിന് എന്താക്കി എടുക്കണം, സെക്യൂരിറ്റി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്നിട്ട് ലോൺ കൊടുക്കണം എന്നുള്ളത് റെക്കമെൻഡേഷൻ ആണ് മുന്നോട്ട് വെച്ചത്. അതിനാണ് ഇങ്ങനെ ഇത്തരത്തിൽ ലെൻഡിങ് സിസ്റ്റത്തെ എന്ത് വിളിക്കുന്നത്, ക്രോപ്പ് ലോൺ സിസ്റ്റം. അതായത് ക്രോപ്പിന്റെ ജാമ്യത്തിൽ ലോൺ കൊടുക്കുന്ന ഒരു സിസ്റ്റം. അത്തരത്തിൽ ക്രെഡിറ്റ് ഡിനേ ചെയ്യപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യപ്പെടും, ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്താണ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി റവല്യൂഷണറി റെക്കമെൻഡേഷൻ. ഇത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, വളരെ വിപ്ലവാത്മകമായിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ട്, റെക്കമെൻഡേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റുന്ന ഒന്നാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം എന്നുള്ളത്. ക്രോപ്പ് ലോൺ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ അത് പിന്നീട് നടപ്പിലാക്കുകയുണ്ടായി. സ്ട്രെങ്തനിങ് ഓഫ് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനും വേണ്ടി ഒരു കമ്മിറ്റി എന്ത് ചെയ്യപ്പെടുക, സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്തു, ലാക്ക് ഓഫ് നോളജ് ഓൺ കോപ്പറേഷൻ അമംഗ് ദി മെജോറിറ്റി ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റേഴ്സിന്റെ ഇടയിൽ എന്തില്ല, നോളജ് ഇല്ല എന്നതിനെ കുറിച്ച്, കോപ്പറേഷനെ കുറിച്ച്. അതാണ് എന്ത് കമ്മിറ്റി കണ്ടെത്തിയത്. ആ കമ്മിറ്റിയുടെ 50 വർഷത്തോളം 7% ആളുകളിൽ മാത്രമേ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എത്തിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ അത് കോപ്പറേഷനെ കുറിച്ച് ആളുകൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. 93% പോപ്പുലേഷൻ വാസ് ഔട്ട് ഓഫ് ദി പർവ്യൂ ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു. ഈ ഫാക്ടറൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് കമ്മിറ്റി എന്ത് ചെയ്തു, എഫിഷ്യൻസി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻഎഫിഷ്യൻസി കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും ടീച്ചിങ് ഒന്നും നൽകാത്തതുകൊണ്ടാണ്, എഡ്യൂക്കേഷൻ നൽകാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി. അതിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ടീച്ചിങ് മെത്തേഡ്സ് എന്ത് ചെയ്യണം, കോപ്പറേറ്റീവ്സ് ഫോളോ ചെയ്യണം. അതേപോലെ അഡിക്വേറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് വേണ്ടി. അതുകൊണ്ട് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു സെൻട്രൽ കമ്മിറ്റി ഓഫ് നാഷണൽ ലെവൽ ഫോർ ദിസ് പർപ്പസ്. ഇതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്യണം, ആദ്യ രൂപം കൊള്ളണം. കമ്മിറ്റി ഷുഡ് ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റി ഫോർ കോർഡിനേറ്റിംഗ് കൺട്രോൾ ദി എൻറ്റയർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാം. കമ്മിറ്റി എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൽ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും മുന്നോട്ട് വരണം. ഇന്ത്യയിലൊട്ടാകെയുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഈ സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്യുക, മുന്നോട്ട് വരിക, അതിൻ്റെ കോർഡിനേഷനും
കൺട്രോളിങ്ങിന് വേണ്ടി. അതായത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഡയറക്ഷൻസ് എന്താവില്ല, പോരാ, എന്ത് ചെയ്യണം, അതിനൊരു കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ചുള്ളൊരു മുന്നേറ്റമാക്കി മാറ്റണം. Committee എന്ത് ചെയ്തു, recommend instead of having isolated and diversified approach, national policy should be evolved for education training. The proposed central committee should be entrusted with the task of implementing this policy. എന്ത് ചെയ്തു, ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ഐസൊലേറ്റഡ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് അപ്രോച്ച് ഉള്ള നാഷണൽ പോളിസി ഷുഡ് എവോൾവ്ഡ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. The proposed central committee should be entrusted with the task of implementing this policy. ഇവരുടെ സെൻട്രൽ കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആ ഒരു പോളിസി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൂടി ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ 3 ഏജൻസികളാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. 1955 ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് കോൺഗ്രസ് വീണ്ടും കൺവീൻ ചെയ്തു. പാട്നയിൽ ഗോർവാല കമ്മിറ്റി റിപ്പോർട്ട് എന്ത് ചെയ്തു, ആ കോൺഗ്രസിൽ വെച്ചു. അതേ വർഷം തന്നെ നാഷണൽ ലെവൽ കോൺഫറൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കോർപ്പറേഷൻ ഓഫ് ദി ഓൾ സ്റ്റേറ്റ് ഇവർ കണ്ടക്ട് ചെയ്തു. This conference also considered discussed in detail Gorwala committee report. ആ കമ്മിറ്റി ആ കോൺഫറൻസിൽ എന്ത് ചെയ്തു, ഗോർവാല കമ്മിറ്റി റിപ്പോർട്ട് എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. കോൺഫറൻസ് ഡിസ്കസ് ചെയ്ത് ഗോർവാല കമ്മിറ്റി ഡിസ്കസ് ചെയ്ത ആ പാറ്റ്ന കോപ്പറേറ്റീവ് കോൺഗ്രസ് ആൻഡ് ഡൽഹി കോൺഫറൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് അത് ഈ റെക്കമെൻഡേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടികൾ ചെയ്തു എന്നുള്ളതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇതിന്റെ റെക്കമെൻഡേഷൻ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ഇതൊക്കെ 1 by 1 ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നീങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ്. രണ്ടാമത്തത് ഫോർമേഷൻ ഓഫ് ലാർജ് സ്കെയിൽഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. 3 റീഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് പ്രോസസിംഗ് സൊസൈറ്റീസ്. Formation of the State Bank of India, role of RBI, പിന്നെ ലാസ്റ്റ് formation of National Agricultural National Cooperative Development and Warehousing Board, formation of Relief and Guarantee Fund, introduction of cooperative crop loan system, strengthening of Central Committee for Cooperative Education and Training, introduction of crop loan system, strengthening of Central Committee for കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇത്രയാണ് ഗോർവാല കമ്മിറ്റി മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ്.